ഹായ് 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 ചെയ്യുമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓട്ടോക്കാരൻ ഓട്ടോയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സമയം 9:23. എഡിറ്റിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ഇനി വണ്ടി എടുക്കുന്നു പോകുന്നു എന്നുള്ളതാണ്. വണ്ടിയെ ശരിക്കൊന്ന് കഴുകാനായിട്ടുണ്ടല്ലോ, ഇതിലൊക്കെ ചെളിയാണ്, ഫുള്ളായിട്ട് ചെളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞായറാഴ്ച ആവട്ടെ, അടുത്ത ഞായറാഴ്ച നോക്കാം. അതുവരെ ഈ ഒരു കണ്ടീഷനിൽ തന്നെ പോട്ട കാര്യങ്ങളൊക്കെ. പിന്നെ മാറ്റ് പിന്നെ ഡെയിലി കഴുകാറുണ്ട്. മാറ്റ് കഴുകിയിട്ടില്ലെങ്കിൽ എന്താ പറയുക, മഴക്കാലം ആയതുകൊണ്ട് നമ്മൾക്ക് തന്നെ ചെളി, അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത സ്ഥലത്തിരിക്കാനൊന്നും വേണ്ടിയിട്ട് കഴിയില്ലല്ലോ. യാത്രക്കാർക്കും അതേപോലെ തന്നെ നനവിൽ നിന്നും ഉണങ്ങിയ സ്ഥലത്തേക്ക് കയറിക്കാനായി കാരണം നമുക്കിപ്പോൾ കൂടുതൽ ടെൻഡൻസി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാറ്റ് എപ്പോഴും ക്ലീൻ ആക്കി ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ എന്നാൽ തന്നെ രണ്ട് മഴ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മജയൊക്കെ പോവും. അങ്ങനെ പോയൊക്കെ നമുക്ക് രാവിലെ തന്നെ മഴ കാര്യങ്ങളൊന്നുമില്ല. മഴ അല്ലെങ്കിൽ ഇവിടെ ഇല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതാണ് ഓട്ടോ ലൈഫ്. ഓക്കെ, പാലത്തിങ്ങൽ ആരുണ്ട്? ഇത് സൈജുവിൻ്റെ വലിയ കുട്ടി, ചെറിയ കുട്ടിയും കൊണ്ട് അവനവിടെ നിൽക്കുന്നു. വണ്ടിൻ്റെ മുന്നിൽ കൂടെയാണ് പോയത്. സൈജുവിൻ്റെ കുട്ടികൾ ഇന്നലെ എടുത്തുള്ള ചാരു നമ്മളാര്യൻ്റെ പാട്ടോ സ്കൂളിലേ അല്ലേ, സ്കൂൾ പോകണല്ലേ? പനിയില്ല, ആൾക്കാർ റോട്ടിൽ കൂടെ നടക്കണുണ്ട്. ഇത് കള്ളപ്പനിയാണല്ലോ. ഇറങ്ങുണ്ടോ? അതിനില്ല, തോളത്തുനിന്നാണ്ട് ചാടാനുള്ളൂ അല്ലേ? എന്തെന്നായി ആയിക്കോട്ടെ, ഞാൻ പോവാ. ടാറ്റാ ടാറ്റാ. അപ്പൊ അങ്ങനെ സൈജുവിന്റെ പിള്ളേരുമാണത്. അപ്പൊ ഞാന് പാലം കഴിഞ്ഞു മുമ്പോട്ട് ചലിച്ചുകൊണ്ടിരിക്കുവാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പിന്നെ എന്താ വെച്ചാല് രാവിലെ എണീക്കുമ്പോ തന്നെ ടാർഗറ്റ് മനസ്സിൽ വെച്ചിട്ട് ഇറങ്ങുന്നതല്ലല്ലോ. നമ്മൾ ഇത്ര രൂപയ്ക്ക് ഓടണം, ഇത്ര രൂപ കിട്ടണം, ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്, അങ്ങനൊന്നുമില്ല. നമ്മൾ നേരിട്ട് ഇറങ്ങാ, നമ്മൾ ചെയ്യാ. നമ്മളെന്താടണം, സ്റ്റാൻഡിൽ പോകണം, ഓട്ടം വിളിക്കുന്നവരൊക്കെ പോകണം, മടി കൂടാതെ ഓടുക, ഒക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഓട്ടം കിട്ടും. ഞാനിപ്പോ എന്താ പറയാ, കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയില് ഓട്ടത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ആളുകൾ വിളിച്ചാൽ വിളിക്കും, അത്ര തന്നെ ഉള്ളൂ. ആളുകൾ വിളിച്ചാലേ പൈസ കിട്ടുള്ളൂ, ആളുകൾ വിളിച്ചാൽ തന്നെ പരിപാടി നടക്കുള്ളൂ. അതെല്ലാ കേസിലും അങ്ങനെ തന്നെയല്ലേ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടത് എന്താ വെച്ചാല്, ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇതിൽ ഇതൊക്കെ തന്നെ പറയാനുള്ള മെയിനായിട്ട് അല്ലെ. എന്റെ ഓട്ടത്തിന്റെ കേസ്, ഞാൻ നടത്തുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്ത സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത്, എന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള എന്റെ സംസാരങ്ങള്, എനിക്ക് വരുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ തന്നെ ഉള്ളു നിങ്ങളായിട്ട് ഇതിൽ പങ്കുവെക്കാനുള്ളത്. അപ്പൊ ആ ഒരു കൂട്ടത്തിലാണ് ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് തുറന്നു പറയുന്നത്. അത് വേറെ ഒന്നും ഇപ്പൊ ഇല്ല ഉള്ളത്. നിങ്ങൾ കണ്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് ആസ്വാദകരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ചെങ്ങന്മാരെ കൈനീട്ടം കിട്ടിയിട്ടാ, നിസ്സാര ടൈം കൊണ്ട് കൈനീട്ടം കിട്ടിയിരിക്കുകയാണ്. കൈനീട്ടം 30 രൂപ. അത് തൊട്ടടുത്തുള്ള ഒരു ബാങ്കിലേക്ക്, പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കായിരുന്നു നമ്മൾക്ക് ട്രിപ്പ് കിട്ടിയത്. പക്ഷേങ്കിൽ ടൗണിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പോരുമ്പോഴേക്ക് ഈ റോഡിന് നല്ല ബ്ലോക്കാണ്. അതുകൊണ്ടാ നല്ല ബ്ലോക്കാ. ഡബിൾ ലൈനിലാണ് ഈ കിടക്കുന്നത്. ഇത്ര ബ്ലോക്ക് ഇടാ ഡബിൾ ലൈനില്. ഇതൊക്കെ നനങ്ങി ഞാൻ ലൈനൊക്കെ എത്തുമ്പോഴത്തിന് എത്ര മിനിറ്റ് സമയം എടുക്കാവോ? ഒരു വിധത്തില് ലൈനിൽ കയറിയിട്ടുണ്ട്. എത്രാമത്തെ വണ്ടിയാണെന്ന് വെച്ചാല് ഒരു 12-13. നല്ല എൻട്രിയാണ് അറിയാം. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫാണ് ഈ പറഞ്ഞ പോലെ 13-14 വണ്ടിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ബ്ലോക്കാണ്, അവിടെ നിന്നിട്ട് പോരാൻ വേണ്ടി പറ്റില്ല, പോലീസുകാർ മൈൻഡ് ചെയ്യണില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ അങ്ങ് നിൽക്കുക. മഴ വരട്ടെ, മഴ വന്നാലേ ഓട്ടം ഉണ്ടാവുള്ളൂ. ഈ പട ഞാനാണ് നയിക്കുന്നത്, അതായത് ഞാൻ ഫ്രണ്ടിലാണ്, ഞാനാണ് ഈ പടയുടെ തലവൻ. ചെറിയൊരു അലർജി ആയിട്ട് ബന്ധപ്പെട്ട് തുമ്മലൊക്കെ കണ്ണിന്നൊക്കെ വെള്ളം വരും. ഈ കണ്ണു രണ്ടാമത്തെ ട്രിപ്പ് പൊളിച്ചുട്ടാ. 60 റുപ്യന്റെ ട്രിപ്പായിരുന്നു. കുട്ടികൾ മടക്കം ആളുകളുണ്ട്. 10:50 സമയം. ഞാൻ വീണ്ടും ഫസ്റ്റ് ഗ്യാപ്പിലെത്തി. അതിന്റെ ഇടയിൽ ട്രിപ്പ് ഒന്നും കൊളത്തിയില്ല. അങ്ങോട്ടേക്ക് നോക്കുമ്പോ ശൂന്യ ആളുകളൊക്കെ വളരെ കുറവാണ് അങ്ങാടിയില്.
ഭയങ്കര ഒഴിവ്, വണ്ടിത്തിരക്കും ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ആകെ ബ്ലോക്കൊക്കെ ആവണ്ടാണ്. വണ്ടിത്തിരക്കില്ല, നല്ല കാലാവസ്ഥ കേട്ടോ. മഴയൊന്നും ഇല്ലാതെ എന്നാ ചൂടും ഇല്ല. അങ്ങനെ നമുക്ക് നല്ല ഒരു കാലാവസ്ഥയാണ്. എന്താ പറയാ, ചൂണ്ടലൊക്കെ ഇടാൻ പറ്റിയ കാലാവസ്ഥയാണ്. വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ തെളിഞ്ഞു വന്ന് നല്ല മീനെ കിട്ടുന്ന ദിവസം. ഏതായാലും അവിടെ 1-2 ആളുകളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഓലൊക്കെ വണ്ടിക്കാവോ? ഓലാരും വണ്ടിക്കല്ല. ഓലൊക്കെ ബിൽഡിങ്ങിന്റെ സൈഡ് പിടിച്ച് നീങ്ങി കാത്തിരിക്കുകയാണ്. കണ്ണു നട്ട് കാത്തിരുന്നു ഞാൻ. ആ ഒരവസ്ഥയിൽ ഇരിക്കുവാണ്. വരും, നമ്മൾക്കുള്ളത് വന്നേ മതിയാവും. അതെന്തായാലും വരും. ഐ ആം വെയിറ്റിംഗ്. ആ ഫ്രണ്ടിൽ ഇന്നൊരു വണ്ടി തിരിയണുണ്ട്. നിങ്ങള് ഇവിടെ വന്നൊരു അമ്മ ആ വണ്ടിയെ വിളിച്ചു. ആ വണ്ടി അവിടത്തെ ഒരു നല്ല സുഖമാണ്, ലൈനിൽ തള്ളണ്ട. ഒരു ഞങ്ങളെ മാന്തും, ഞങ്ങളെ നല്ല മാന്തും. ഞങ്ങളുടെ കണ്ണൊന്ന് തെറ്റിയാൽ മതി. എന്റെ കണ്ണൊന്ന് തെറ്റി ഉണ്ടോ, ആ ട്രിപ്പ് പോയി. 30 ആണെങ്കിലും കിട്ടുന്ന ട്രിപ്പ് ആയാൽ മതി. ഇവിടെ 30-ഓ 20-ഓ ഒന്നുമില്ല, ട്രിപ്പ് ആയാൽ മതി. അത് അദ്ദേഹം കൊണ്ടുപോയി. ലോകത്തിന് ഇവിടെ എല്ലാവരും അടിപൊളിയാ. അതായത് സൗഹൃദം പങ്കുവെക്കാന് എല്ലാവരും അടിപൊളിയാ. പക്ഷെ മാന്തണ കേസുണ്ടല്ലോ, ട്രിപ്പ് വലിക്കാന് അതിനേക്കാൾ അടിപൊളിയാണ്. അത് ഇത് അതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്. അതൊരു 30-ന്റെ ട്രിപ്പാട്ടോ നമുക്ക് അവിടെ ഇരുന്നപ്പോൾ കിട്ടിയത്. 30-ന്റെ ട്രിപ്പ് നിംസ് ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്റർ ദൂരത്തേക്ക്. 1 കിലോമീറ്റർ ദൂരമൊക്കെ അത് പാകാണ്. ലോക്കല് 1 കിലോമീറ്ററിൽ 30 കിട്ടുക എന്ന് പറഞ്ഞാല് പാകമാണ്. കാരണം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ നോക്കുമ്പോൾ 2 കിലോമീറ്റർ വരുള്ളൂ. ഒന്ന് പോയി വന്നപ്പോഴത്തേനും ബ്ലോക്കായ സെക്കൻഡിലെ കഥ. സമയം അങ്ങനെ ഏറെ കുറേയായി. 12:35. ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ്. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങാടിയിൽ വണ്ടികൾ ഈ ഒരു നേരത്ത് കുറവായിരിക്കും. ഇപ്പൊ ജുമാന്റെ നേരല്ലേ, ഈ ഒരു നേരത്ത് വണ്ടികൾ കുറവായിരിക്കും. എല്ലാവരും പള്ളിയിലേക്ക് പോയിട്ടുണ്ടാവും. ഞാനും തന്നെ ഒരു 50 രൂപയുടെ ലോക്കൽ പോകുന്നതാണ്. അതിന് മുമ്പ് തന്നെ 1-2 ലോക്കലുകളൊക്കെ എടുത്തു. എല്ലാ ലോക്കലും കാണിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇന്നത്തെ ദിവസം മഴയില്ലാതെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ. ആളുകൾ ടൗണിൽ വളരെയധികം കുറവ്. ഒന്നിലേറെ വെള്ളിയാഴ്ചകൾക്ക് വേറെ പ്രത്യേകത ഉണ്ട്. വെള്ളിയാഴ്ചകളൊക്കെ ഞാൻ ആദ്യം കൂടിയുന്നത് ഫുള്ളായിട്ട് ഫോൺ ട്രിപ്പാണ്. ഫോണിലേക്കാണ് അധികം ഉണ്ടായിരുന്നത്. ഞാൻ തന്നെ 1-2 കിട്ടി. ഫോൺ ട്രിപ്പിലാണ് 2 പള്ളിയായിരുന്നു. അത് അന്ന് വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ് വെള്ളിയാഴ്ച. പക്ഷെ ഇപ്പൊ പൊതുവെ വെള്ളിയാഴ്ചകളിൽ ഓട്ടം മോശം തന്നെയാണ്. ഏത് ദിവസം നോക്കിയിട്ട് കാര്യമില്ല, അപ്പൊ എല്ലാ ദിവസവും മോശം തന്നെ. അപ്പൊ ആകെ ഓട്ടമുള്ള ഒരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ ശനിയാഴ്ച മാത്രം. ശനിയാഴ്ച ഓട്ടം ഉണ്ടാവും. അതായത് വെള്ളിയാഴ്ച ഇന്ന് സ്കൂളുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു യാത്രയൊക്കെ ഉണ്ടെങ്കിൽ അത് ശനിയാഴ്ച ഉണ്ടാകുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ശനിയാഴ്ചയാണ് ഇപ്പോൾ ചെറുമട്ടത്തിലെങ്കിലും ഒരു ഓട്ടം ഉള്ളത്. ചേങ്ങമര സമയം 1:45. ഞാനിനി നേരെ വീട്ടിലേക്ക് പോവാട്ടാ. ഇത്രയും നേരം ലൈനിലായിരുന്നു. ലൈനിന് ഫസ്റ്റ് ഗ്യാപ്പെന്ന് കിട്ടിയ ഒരു ട്രിപ്പാണത്, 60 രൂപയുടെ. അപ്പൊ ഇനി നേരെ അങ്ങാടിയിലേക്ക് പോയിട്ട് കുറച്ച് ചിക്കൻ മേടിക്കണം. ചിക്കൻ കിട്ടുമെന്ന് അറിയില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ നേരത്തെ മേടിച്ചു വെക്കാൻ വേണ്ടി മറന്നു. ആ വെള്ളിയാഴ്ച ദിവസങ്ങള് കിട്ടാറില്ല. എന്തായാലും നോക്കാം, നമുക്ക് ഉണ്ടോന്നാണെങ്കിൽ മേടിച്ചിട്ട് പോവാം. വല്ലാതെ കരയാൻ നിൽക്കാനുള്ള പണ്ടൂര് ഒരുപാട് ചിക്കൻ സ്റ്റാൾ ഉണ്ട്. നമ്മുടെ റോട്ടിൽ ഞാൻ സാധാരണ മേടിക്കുന്ന നമ്മുടെ സുഹൃത്തിന്റെ കടയുണ്ട്. അവനുണ്ടെങ്കിൽ മേടിച്ചിട്ട് പോവാം. ഇല്ലാന്നാണെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മേടിച്ചിട്ട് പിന്നെ കൊണ്ടു കൊടുക്കാം. നാട്ടിലേക്ക് ഇനിയും ട്രിപ്പുകൾ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ നേരെ വീട് പിടിക്കുവാണ്, നോക്കിയിട്ട് കാര്യമില്ല. ഉച്ച വരെയുള്ള കളക്ഷൻ നമുക്കൊന്ന് നോക്കിയാലോ. ഉള്ള ഈ കളർ നോട്ടും പിന്നെ 10-20 ഉള്ളുണ്ടാകും. അത് മതി. ഈ കളർ നോട്ടാണെങ്കിലും അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞാലൊക്കെ ഓക്കെയാണ്. 5, 10, 15 ഒരു 50 രൂപ പേഴ്സണുണ്ട്. 15, 20, 22, 24, 26, 28, 30, 31, 32, 33, 34, 35, 36 360 രൂപയ്ക്കാണ് നമ്മൾ ഉച്ചവരെ ഓടിയിട്ടുള്ളത്. ഉച്ചവരെ ഓടിയ കളക്ഷൻ നമ്മൾ അതുപോലെ തന്നെ പേഴ്സിലേക്ക് കയറ്റി. ഓക്കെ, ഭദ്രം. അതടക്കട്ടെ. ചോറ് ഇതിലേക്ക് മോരുങ്കറി പിന്നെ മത്തി വറുത്തത് ഇതും കൂട്ടി കഴിക്കാം. ഇപ്പോൾ സമയം 2:10 2:30, 2:45 ആകുമ്പോൾ അങ്ങനെ പോവാം. 2:45 നമ്മൾ അങ്ങാടിക്ക് തന്നെ വന്നിട്ടാ. ലൈനിൽ കയറുകയാണ്. ഇപ്പൊ കറക്റ്റ് 2:45 സെക്കൻഡുകളുടെ വ്യത്യാസം പോലും ഇല്ല. ഇവിടെ എത്തി പണിക്കാരെ കൊണ്ടാക്കാൻ ആയി.
രൂപ. ഇന്നലെ ഞാൻ ഇൻസ്റ്റയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നേ, അതായത് ഒരു നോട്ട് നിവർത്തി തരുന്ന വിഷയം പറഞ്ഞാണ്ട്. അപ്പൊ ബാബോട്ടനാണ് പറഞ്ഞത്, ബാബോട്ടനെ കണ്ടിരുന്നു. ബാബോട്ടൻ പറഞ്ഞപ്പോ എനിക്ക് നിവർത്തി തരേണ്ടില്ല നോട്ട്. അതിപ്പോ എല്ലാരെയും ഉദ്ദേശിച്ചല്ല, ഇവരൊക്കെ ആണുങ്ങളെ നിവർത്തി തരും, സ്ത്രീകൾ നിവർത്തി തരില്ല. അത് ആദ്യത്തെ ഒരു അനുഭവം കൊണ്ട് പറഞ്ഞോന്നല്ല, അത് നല്ലൊരു അനുഭവമാണ് അത്. ഇവിടെ ഞാൻ ഇപ്പൊ വന്നപ്പോ ഒരുപാട് ചെറിയ കുരുവികളെ ഈ പാടത്തുണ്ടായിരുന്നു. ഒരു നിമിഷ നേരം കൊണ്ട് ഒരു എസ്കേപ്പ് ആയല്ലോ. ഞങ്ങളെയും കാണിക്കണം എന്നുണ്ടായിരുന്നു. നിമിഷ നേരം കൊണ്ട് എസ്കേപ്പ് ആയി. ചെറിയ ചെറിയ അടക്കാക്കുരുവി എന്നാണ് ഞങ്ങൾ അവിടെ അതിനെ പറയാം. അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിന്ന് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയതാണത്. ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ തന്നെ ഉണ്ടാവല്. പണി കയറി വരുന്ന നമ്മുടെ ചെക്കന്മാരെ നൈസാക്കി ഇട്ട് കൊണ്ടുവന്ന് വിടും. സ്കൂൾ വിട്ട് വരുന്ന പിള്ളേര്, നാട്ടിലത്തെ പിള്ളേര് വണ്ടി വിളിച്ച് പോണവരാണെങ്കിൽ അവർ തന്നെ വന്ന് കയറും. അപ്പൊ അവരൊക്കെ കൊണ്ടുവന്ന് വിടുക എന്നുള്ളതാണ് ഉച്ചയ്ക്ക് ശേഷത്തെ ടാസ്ക്. ആ ഒരു ലോക്കല് കണ്ട് സമയം കുറേ ആയി, 3:25. കാലൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് സീറ്റിക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല മഴയുണ്ട്, മഴയും പെയ്യുന്നു, ചെറിയ രീതിയിൽ ബ്ലോക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുവാണ്. ആ ഭാഗത്തൊന്നും ആരും ഇല്ലടാ, അങ്ങോട്ടൊക്കെ നോക്കി തന്നെ വേണ്ട. പിന്നെ എത്രയധികം മൊബൈലിലൊക്കെ നോക്കിയിരിക്കണം. പിന്നെ എനിക്കെന്താ വെച്ചാൽ എനിക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ റീൽസ് എഡിറ്റ് ചെയ്യാനുണ്ടാവും. ഞാൻ ഇപ്പോൾ ചെറിയ നമ്മുടെ ഈ ഒരു മെയിൻ വീഡിയോ തന്നെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസൊക്കെ പോയിന്റുകൾ സംസാരിക്കുന്നതൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇടാറുണ്ട്. ഫേസ്ബുക്കിൽ വിഷ്ണുരാജ് എന്നുള്ള പേരിലാണ് നമ്മളുടെ പേജ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണിയൊക്കെ ഇങ്ങനെ എടുക്കാം, ഫ്രീ ടൈം അല്ലേ, അതിനായിട്ട് സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ട്രിപ്പ് ഉണ്ട്, പക്ഷേങ്കിൽ എനിക്ക് ഇവിടെ നോക്കിയാൽ കാണാം വരെ, ഒരിക്കൽ ഇന്ന അവിടെ നിന്ന് ഇവിടെ നോക്കിയാൽ കാണില്ല. അത് കാണാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്ന് തല ഇട്ട് നോക്കാൻ വേണ്ടി പറ്റില്ല. ഈ കർട്ടൻ ഉണ്ടായതുകൊണ്ടേ ഈ ഒരു ഗ്യാപ്പിലൂടെ അവർക്ക് ഇങ്ങോട്ട് കാണുമല്ലോ, അതാണ് വിഷയം. ഒരു ലോക്കല് കിട്ടിയിട്ടാ. അപ്പൊ ഞാൻ നേരത്തെ ഞങ്ങളുടെ ബാബാട്ടാൻ നോട്ടിന്റെ കേസ് പറഞ്ഞില്ലേ, ലോക്കലാ കിട്ടി. കണ്ടങ്ങള് ഒരിങ്ങനെ തരുള്ളൂ പൈസ, ഓരെപ്പോഴും ഇങ്ങനെ തരുള്ളൂ ലേഡീസ്. ഇതിന്റെ ഉള്ളിൽ ഞണ്ടലുണ്ടോ എങ്ങനെയാ ഒന്നും അറിയില്ല. നമ്മളിത് ഇങ്ങനെ വാങ്ങി ഓരിറങ്ങിപ്പോയി. ഇത് നോക്കോളം നിർത്തിക്കൂടെ അറിയാം. ഇതൊന്നും വേണ്ടല്ലോ എഴുതിയിട്ടാണ് നമ്മള് ഒരു വിശ്വാസത്തുമ്മലാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കണേ. പക്ഷെ ഈ വിശ്വാസത്തുമ്മ ഞങ്ങൾ ചതിക്കപ്പെടാറുണ്ട്. എന്തൊരു മാതിരി മഴ എഴുതിയിട്ടാ, നല്ല മഴ, അടിച്ച പോയിട്ട് മഴ, കണ്ണ് കാണാൻ പറ്റാത്ത അത്രയും മഴ. അതുപോലെ തന്നെ ബ്ലോക്ക് ഇവിടെ എവിടെയോ എത്തിയേക്കും. എനിക്ക് ലൈനിൽ കയറൽ കുറച്ച് ടാസ്കാണ്. അവിടെ അടുത്ത് ആടാ ബ്ലോക്ക് എത്തി. അതായത് ഞാനിപ്പോ ട്രിപ്പ് ഇറക്കിയിട്ട് ഒരു 300 മീറ്റർ പോകുന്നപ്പോഴേക്കും ബ്ലോക്കിൽ കയറി എന്ന് പറയാം. ഇനിയിപ്പോ നമുക്ക് എങ്ങനെ കഴിയൂല. ഇവിടെ ഇങ്ങനെ കെട്ടിക്കുടുങ്ങി കിടക്കാം. അവിടെ ലൈനിൽ വരിക്കാം. അങ്ങാടിയിൽ ഒറ്റ വണ്ടിയില്ല. ഞാൻ ഈ ഒരു ട്രിപ്പ് പോരുമ്പോ എന്റെ ലൈനിൽ ഒരൊറ്റ വണ്ടി പോലുമില്ല. എല്ലാ വണ്ടി ഓട്ടത്തിലാണ്. അതായത് ഞാനിപ്പോ പോന്നിട്ടുള്ള ഒരു 80 രൂപയുടെ ട്രിപ്പാണ്. അതായത് എന്താ പറയാ, നിമിഷ നേരം കൊണ്ട് സ്കൂളൊക്കെ വിട്ടപ്പോഴേക്ക് മഴ ഇങ്ങനെ നന്നായിട്ട് പെയ്തില്ലേ, അപ്പോഴേക്ക് ഓട്ടം, വണ്ടി തികയില്ല ചില നേരത്ത്. ഇനിയിപ്പോ ഞാനവിടെ ചെല്ലുമ്പോഴേക്കൊക്കെ അവിടെ ഫുള്ള് വണ്ടിയായിട്ടും ഉണ്ടാവും. ഫുള്ളായില്ലെങ്കിലും ഒരു 5-8 വണ്ടികൾ എന്തായാലും ഡെയിലി കയറിയിട്ടുണ്ടാവും ഇപ്പൊ. കാരണം ഒക്കെ ലോക്കലുകളായിരിക്കും, സ്കൂൾ കുട്ടികളല്ലേ, ഒക്കെ ലോക്കലുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി പോരാൻ വേണ്ടി പറ്റും. പിന്നെ ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക് നോക്കണ്ട, ബ്ലോക്കൊക്കെ അടിച്ച് പിന്നെ വിടനെ. അതാ ബ്ലോക്കാണെങ്കിൽ നൂന്ന് കയറിയിട്ടും ആൾക്കാരെ വെറുപ്പിച്ചിട്ടും അല്ല ഒന്നും ചെയ്യല്ല. അതാണ് എത്രയോ ആളുകൾ ഞങ്ങളെ പ്രാകുന്നുണ്ടാവും പറയാം. ഒരുപാട് പേര് സ്കൂൾ സോണാണ് നമ്മളിവിടെ സ്ലോവാക്കി പോകണം. മക്കള് റോട്ടിലേക്ക് പാഞ്ഞു വരാനും റോട്ടിലേക്ക് ഇറങ്ങിയാൽ നടക്കാം. അതങ്ങനെയാണ് കുട്ടികളുടെ ഒരു ഇത്. റോട്ടിൽ തന്നെ കയറി വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് കളിയും ചെറിയൊക്കെ ആയിട്ട് നമ്മളാണോ ശ്രദ്ധിക്കേണ്ടത്. ചേമര സമയം 5:30 ആയിട്ടുണ്ട്. പൊരിഞ്ഞോട്ടത്തിലാണ് ലോക്കൽ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് വണ്ടൂരിൽ ഞങ്ങളുടെ സ്റ്റാൻഡിൽ. പോക്കടങ്ങുന്ന എന്റെ നാട്ടിൽ തന്നെ ഇപ്പൊ 4-5 ഘട്ടം വന്നിട്ടും പാകെ ലോക്കാ പോലെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടി. ഓക്കെ, ഒരു പ്രശ്നമല്ല. നമ്മളെ നേരെ ഫ്രണ്ട് അടുത്ത വണ്ടി പോട്ടെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടെ ചവിട്ടി കൊടുക്കാം.
അതും കഴിയും. ലോക്കല് ഞാൻ പറഞ്ഞില്ലേ, ലോക്കലുകൾ തന്നെ. ഞങ്ങളടുത്ത് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലങ്ങളാണ് പോക്കാടംകുന്ന്, കൊട്ടമ്പാറ, കുറ്റി, പാലക്കാട് കുന്ന്, മരക്കലം കുന്ന്, പുളിക്കാട്ടുപടി, പള്ളിക്കുന്ന്, ചെട്ടിയാറമ്മൽ എന്നീ പറയുന്ന സ്ഥലങ്ങളിലേക്കായിരുന്നു ട്രിപ്പുകളെല്ലാം. ഇപ്പോ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്ന 6 ദിവസങ്ങളെ ടൈമില്ല ആൾക്കാരെ കൊണ്ടുവിടാനുള്ളതാണ്. ടൈമിനെ രാജാവിന് എന്തൊക്കെയോ പറഞ്ഞ മാതിരി നമ്മൾ വരുമ്പോ അങ്ങനെ റിവേഴ്സിലോട്ട് മാറ്റി തരുക വണ്ടി. നടന്നു പോകുന്ന ആൾക്കാരെ തെറിപ്പിക്കാനും പാടില്ല. അപ്പൊ ആൾക്കാർ നടന്നു പോകുമ്പോ നമ്മൾ സ്ലോ ആക്കണം കേട്ടാ, അല്ലെങ്കിൽ അവരുടെ മേലിലേക്ക് വെള്ളം തെറിക്കും. അവര് കുടയൊന്നും ഇല്ലാതെ മഴയും കൊണ്ട് തന്നെയാവും പോകണേ. പക്ഷെ എന്നാലും വണ്ടി വന്ന് തെറിച്ചു കഴിഞ്ഞാല് ഒരപ്പത്തിനാവും. ഇവിടെ തന്നെ ലോക്കല് നമുക്ക് അടിച്ചിരിക്കുകയാണ്. വേറെ എവിടുക്കുമല്ല, അതൊന്നും നാട്ടിക്കനാട്ടാ. ജലദോഷേ, തുമ്മല്, അലർജി. മഴച്ചാറ്റിലിങ്ങനെ ചീറ്റാലുണ്ടല്ലോ വണ്ടി സൈഡിൽ കൂടെ അങ്ങനെ വന്നിട്ട് റെഡി ആവും. കുറച്ച് കഴിയണം, കുറച്ച് ചായയൊക്കെ കുടിക്കണം, എന്നാ റെഡി ആവും. ഇപ്പൊ തട്ടി സമയം പോയി അങ്ങനെ 7 മണിയായിട്ടുണ്ട്. ഒരു 40 രൂപയുടെ ഒരു ചെറിയൊരു ട്രിപ്പ് പോകുന്നതാണ്. 40 രൂപയുടെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ 2 കിലോമീറ്ററിനുള്ളിലേക്ക് കേട്ടോ. 1.5 കിലോമീറ്റർ കഴിഞ്ഞ് 2 കിലോമീറ്ററിനുള്ളിലേക്ക്, 2 കിലോമീറ്ററിനൊക്കെ നമ്മള് 40 മേടിക്കാറ്. മഴ ഇപ്പൊ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇന്നാട്ടെ ഇവിടെ ശരിക്കും മഴക്കാലമായത്. എല്ലാവരും അതാ പറയാം, വണ്ടി കയറണോലേക്ക് എന്തൊരു മഴ. അയ്യോ ചെങ്ങാര പാലത്തിങ് എന്താ പറയാ, ഇങ്ങോട്ട് ഒരു ട്രിപ്പ് കിട്ടിയപ്പോൾ ഞാൻ നിർത്തി പോകുന്നതാണ്. സമയം എന്ന് പറയുന്നത് 7:50. എത്ര രൂപയ്ക്ക് ഓടി എന്നുള്ളത് ഒന്ന് നോക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് കിടക്കും, ഇതൊക്കെ സെറ്റാക്കി എടുക്കട്ടെ. അത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഓടിയിട്ടുള്ളത് 520 രൂപയ്ക്ക്. 520 ഉച്ച വരെ 380. അപ്പോൾ 820 900 അല്ലേ. 900 ഓടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ചങ്ങനെ വീട്ടിലേക്ക് പോകും. ഞാൻ ഒന്നുമില്ല, വെറുതെ ഇവിടെ ഇരുന്നാലും ജലദോഷം പിടിച്ചിട്ട് പോകുന്നതാണ് ഞാൻ. ഇവിടെ ഇരുന്നാലും ഇപ്പം തന്നെ പോകും. കുറച്ചേരം കൂടി ഇരിക്കുക, ആരിലൊക്കെ വരികയാണെങ്കിൽ ഒരു രസമാണ്. നമ്മളെ സ്ട്രെസ്, ക്ഷീണം ഒക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു 10 മിനിറ്റാണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വേറെ ഫീലല്ലേ. എന്ത് തിന്നണ ചിപ്സോ? നമ്മൾ ഈ മൊബൈലിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ചോദിച്ചാൽ നമ്മളുടെ മറുപടി അറിയാക്കാം. അതേമാതിരിയാണ് ഉള്ളൂ. അവളായിട്ട് കുടിയും കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിരിക്കും. ഞാൻ പിന്നെ പറഞ്ഞ പോലെ വീട്ടിലെത്തിക്കുന്ന സമയം 8:10 പോകും, നേരത്തെ പോകും.